നമസ്കാരം. ബിഗ് സ്റ്റോറിയിലേക്ക് സ്വാഗതം. അഴിമതി നിറഞ്ഞ UDFിൽ തുടരുന്നതിനേക്കാൾ അതിൽ നിന്ന് പുറത്താക്കുന്നതെങ്കിൽ അതാണ് സന്തോഷമെന്ന് കേരള കോൺഗ്രസ് നേതാവ് ആർ ബാലകൃഷ്ണപിള്ള. റിപ്പോർട്ടർ ടിവിയുടെ ക്ലോസ് എൻകൗണ്ടറിലാണ് സർക്കാരിൻ്റെ അഴിമതിക്കെതിരെ ബാലകൃഷ്ണപിള്ള തുറന്നടിച്ചത്. ഒരു മന്ത്രിയെ മന്ത്രിസഭാ യോഗം നടക്കുന്ന ദിവസം 6:30 വീട്ടിൽ പോയി കണ്ടാൽ എന്തു കാര്യവും കേരളത്തിൽ നടക്കും. VM സുധീരൻ ഒരു മന്ത്രിക്കെതിരെ പരാതി എഴുതി നൽകിയിട്ട് പോലും നടപടിയുണ്ടായില്ല. അഴിമതിക്കാര്യങ്ങൾ മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് അറിയിച്ചത് സെപ്റ്റംബർ 28-നാണെന്നും ബാലകൃഷ്ണപിള്ള പറഞ്ഞു. അഴിമതിയെക്കുറിച്ച് പറഞ്ഞിട്ടില്ല എന്ന മുഖ്യമന്ത്രിയുടെ പ്രതികരണത്തിനുള്ള ആർ ബാലകൃഷ്ണപിള്ളയുടെ മറുപടി ഇങ്ങനെ: ഞാൻ ഉമ്മൻചാണ്ടിയെ കാണുന്നത് സെപ്റ്റംബർ മാസം 28 രാത്രിയിലാണ്. ഉമ്മൻചാണ്ടി വിളിച്ചനുസരിച്ച് പോയതാണ്. ഗണേശനുണ്ടായിരുന്നു, ഈ TV-യിലൊക്കെ വന്നിരുന്ന് നമുക്ക് വേണ്ടി വർത്താനം പറയുന്ന മനോജ് എന്ന് പറഞ്ഞ കൊച്ചനും ഉണ്ടായിരുന്നു. ഞങ്ങൾ 3 പേരും കൂടെ പോയത്. UDFിൽ നിന്ന് പുറത്താക്കട്ടെ, അപ്പോൾ എല്ലാം പറയാം. പുറത്താക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാനിത് രക്ഷപ്പെട്ടു പോകട്ടെ. എനിക്ക് കുറേ സ്വാതന്ത്ര്യം തരാൻ അവർ തീരുമാനിക്കുന്നെങ്കിൽ ഇതിലൊക്കെ എത്രയോ ഗുരുതരമായ ആരോപണങ്ങൾ പുറകെ വരും. കൈക്കൂലി വാങ്ങുന്നവരെ കുറിച്ച് മുഖ്യമന്ത്രിക്ക് അറിയാമെന്ന് ഉറച്ചു വിശ്വസിക്കുന്നു. സ്ഥലം മാറ്റത്തിന് മാത്രം മന്ത്രിസഭയിലെ ഒരംഗം ഒരു ഉദ്യോഗസ്ഥനെ നിയമിച്ചിട്ടുണ്ട്. ഒരു മന്ത്രിയുടെ ആഫീസിൽ ഒരു PA വെച്ചേക്കുന്നത് ട്രാൻസ്ഫർ ആൻഡ് പോസ്റ്റിംഗ് എന്ന് പറഞ്ഞു തന്നെ. ആ മന്ത്രിക്ക് യാതൊരു കാര്യമില്ല. താഴെ ഒരു ജില്ലയിലെ ഉദ്യോഗസ്ഥൻ ചെയ്യേണ്ട സ്ഥലം മാറ്റം പോലും ചെയ്യുന്നത് അവിടെ. അതിന് ഫീസുമൊക്കെ വെച്ചിട്ടുണ്ട്. ഞാൻ ആളിൻ്റെ പേരും പറയാൻ ഉദ്ദേശിക്കുന്നില്ല, എനിക്കറിയാം. 2 ആഴ്ച മുൻപ് VM സുധീരൻ തന്നെ ഒരു മന്ത്രിക്കെതിരെ പരാതി എഴുതി നൽകി. താനും പരാതി നൽകി. കത്ത് കിട്ടിയെന്നൊരു മറുപടി പോലും മുഖ്യമന്ത്രിയിൽ നിന്ന് ലഭിച്ചില്ല. എഴുതിയ കത്തിലൊന്നും ഒരു മറുപടി പോലും ഇല്ലാത്ത സാഹചര്യത്തിൽ ഇനി കത്തും എഴുതത്തില്ല. സുധീരൻ എഴുതിയിട്ട് നടപടിയില്ലാത്ത, ഞാൻ കൊടുത്തതും സുധീരൻ കൊടുത്തതും ഒരേ കള്ളാസാണ്. സുധീരൻ എഴുതിയിട്ടും അതിൻ്റെ പേരിലൊരു നടപടിയില്ലാത്ത ഒരു സാഹചര്യത്തിൽ പിന്നെ നമ്മൾ എഴുതിയിട്ടെന്താ കാര്യം? മന്ത്രിസഭയിലെ ഒരു അംഗത്തെ മന്ത്രിസഭാ യോഗം നടക്കുന്ന അന്ന് രാവിലെ 6:30 പോയി കണ്ടാൽ എന്തു കാര്യവും നടക്കും. കേരളത്തിലെ മന്ത്രിമാരെ കണ്ട് അദ്ദേഹം പറഞ്ഞു എന്നാണ്. കേരളത്തിലെ മന്ത്രിമാരെ കണ്ട് എന്തെങ്കിലും സാരി കാശിക്കണമെങ്കിൽ ഇപ്പോൾ 6:30 മണിക്ക്, പ്രത്യേകിച്ച് ക്യാബിനറ്റിലുള്ള ദിവസം, അവരുടെ വീട്ടിൽ ചെന്നാൽ മതി, കാര്യം നടന്നു കിട്ടും. എന്നൊരു പുതിയ പ്രവണത. ഇത്രയും ആരോപണം ഉയർന്ന സ്ഥിതിക്ക് മന്ത്രി KM മാണിയുടെ സ്ഥാനത്ത് താനായിരുന്നെങ്കിൽ എന്നേ രാജിവെച്ചു പോകുമായിരുന്നു. മന്ത്രി KM മാണിയോടുള്ളത് വിരോധമല്ല, കാലുഷ്യമാണ്. വിരോധമല്ല, ഒരു കാലുഷ്യം എന്ന് പറയാം. കാരണം ഒരു വലിയ രാഷ്ട്രീയ കക്ഷിയെ ഇന്നത്തെ നിലയിലാക്കിയതിന്റെ ഉത്തരവാദി മാണിയാണ്. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഇനി എന്തു ചെയ്യണമെന്ന ചോദ്യത്തിന് ബാലകൃഷ്ണപിള്ളയുടെ മറുപടി ഇങ്ങനെ: ഉമ്മൻചാണ്ടി കുറച്ചുകൂടെ ദൈവഭയത്തോടുകൂടി, കാരണം അദ്ദേഹത്തിന്റെ വീട്ടിൻ്റെ തന്നെ ഭാര്യയൊക്കെ വലിയ ദൈവവിശ്വാസികളാണ്, ദൈവഭയത്തോടുകൂടിയും ജീവിക്കണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ന്യൂസ് ഡെസ്ക്, റിപ്പോർട്ടർ. ഈ വിഷയമാണ് ഇന്ന് ബിഗ് സ്റ്റോറി ചർച്ച ചെയ്യുന്നത്. സർക്കാർ ചീഫ് വിപ്പ് ശ്രീ PC ജോർജ്, ശ്രീ ജോണി നെല്ലൂർ, ശ്രീ VM രാധാകൃഷ്ണൻ എന്നിവരാണ് ഇപ്പോൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ശ്രീ PC ജോർജ്, ആർ ബാലകൃഷ്ണപിള്ള വീണ്ടും ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ്. ബാലകൃഷ്ണപിള്ളയെ മുന്നണിയിൽ നിന്ന് പുറത്താക്കണമെന്ന് കേരള കോൺഗ്രസ് M ആവശ്യപ്പെട്ടിട്ടുണ്ടോ? ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല. ഇതുവരെ ഞങ്ങളുടെ പാർട്ടി കമ്മിറ്റി ആ രീതിയിൽ കൂടിയിട്ടില്ല. പുറത്താക്കണമെന്ന് ആവശ്യപ്പെടാൻ പാർട്ടിയുടെ കമ്മിറ്റി ചർച്ച ചെയ്തിട്ടില്ല. പിന്നെ പാർട്ടി ചെയർമാൻ എന്ന നിലയിൽ മാണി സാറിന് വേണേ ഒരു ആലോചനയുടെ അടിസ്ഥാനത്തിൽ അങ്ങനെ തീരുമാനമെടുക്കാൻ അവകാശമുണ്ട്. അദ്ദേഹം അങ്ങനെ തീരുമാനം എടുത്തൊന്നും എനിക്കറിയില്ല, എന്നോട് അദ്ദേഹം ഒന്നും പറഞ്ഞിട്ടില്ല. അതാണ് ഇത് സംബന്ധിച്ച് എനിക്ക് പറയാനുള്ള കാര്യം. ശ്രീ PC ജോർജ്, ആർ ബാലകൃഷ്ണപിള്ള പറയുന്നത് മാത്രമല്ല, ഇപ്പോൾ തുടർച്ചയായി KM മാണി, PJ ജോസഫ്, ഇപ്പോൾ ഏറ്റവും അവസാനം ഇതിൽ നിന്നെല്ലാം വിട്ടുനിന്നിരുന്ന താങ്കൾക്കെതിരെ കൂടി ആരോപണം ഉയരുന്നു. ഇപ്പോൾ ബിന്ധ്യാസ് തോമസിനെ ഇന്ന് ബിജു രമേശിനെ കാണാൻ വിട്ടത് താങ്കളാണ് എന്നാണ് ബിജു രമേശ് ആരോപിക്കുന്നത്. അത് ശരിയാണോ? പ്രകാശ്, ഞാൻ നിഷേധിക്കുന്നു എന്ന് മാത്രമല്ല, ആ സ്ത്രീ ഏതാണെന്ന് പോലും എനിക്കറിയില്ല. നീ പ്രകാശ് അറിയാലോ എന്റെ സ്വഭാവം. പ്രകാശ്, എന്നെ പോലൊരു പൊതുപ്രവർത്തനം എത്രയോ കൊല്ലം കൊണ്ട് ഉണ്ടാക്കിയെടുത്ത ഒരു ഇമേജ് എനിക്കൊക്കെ ഉള്ളത്. അതൊക്കെ ഈ ബിജു രമേശിനെ പോലുള്ള ഒരു ഫ്രോഡ് ഇറങ്ങി, ഒരു കള്ളു കച്ചവടക്കാരാണെങ്കിൽ ഒരു ദിവസം കൊണ്ട് തകർക്കാൻ ശ്രമിച്ചാൽ സ്വാഭാവികമായിട്ട് എത്രയോ മനപ്രയാസം ഉണ്ടാവും. ആ മനപ്രയാസത്തിന്റെ അടിസ്ഥാനത്തിൽ പല കടുത്ത വാക്കുകളും ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടാവും. ഇനി ഉപയോഗിക്കേണ്ടി വരും. പ്രയാസം എനിക്ക് മനസ്സുണ്ടായിട്ടല്ല, നിവൃത്തിയില്ല. ഏതാണ് ഈ ബിന്ദു എനിക്കറിയാം. ഞാൻ ഇന്ന് പ്രകാശം അനുഭവിക്കണം. പ്രകാശം എന്നെ എത്ര കൊല്ലമായിട്ട് അറിയാം. ഞാനെങ്ങനെ ഏതെങ്കിലും വൃത്തികെട്ട സ്ത്രീകളോടൊപ്പം ജീവിക്കുന്നവരാണോ? അങ്ങനെ ചരിത്രമെടുത്ത് പോകാമായിരുന്നില്ല, ആരും അറിയില്ലല്ലോ. അപ്പൊ എന്ത് വൃത്തികേടും ആർക്കും പറയാവുന്ന നിലയിൽ കേരളത്തിലെ പൊതു രംഗത്തെ മാറ്റുന്നത് ശരിയാണോ? ഞാൻ ബഹുമാനപ്പെട്ട ശ്രീ PC ജോർജ്, അങ്ങനെ മാറ്റിയത് ബിജു രമേശ് ആണോ അതോ രാഷ്ട്രീയ നേതൃത്വമാണോ? കാരണം ബിജു രമേശ് പറയുന്ന സമയത്ത് ഇതിൽ കുറച്ചുകൂടി ആളുകൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്, അവരുടെ പേരും തനിക്കറിയാം എന്ന് പറഞ്ഞയാളാണ് താങ്കൾ.
അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ അതിൽ ബിജു രമേശിനെ കുറ്റപ്പെടുത്താൻ കഴിയുമോ? കേരളത്തിലെ രാഷ്ട്രീയം, അതിന് നേതൃത്വം നൽകുന്നവർ, മന്ത്രിമാർ, ഈ സംവിധാനം അത് ആകപ്പാടെ മാറിയിരിക്കുന്നു എന്നതിന്റെ തെളിവായി കാണേണ്ടതില്ലേ? ഇല്ല പ്രകാശ്, ഏത് പ്രശ്നം അതല്ല. ഞാൻ ഇന്ന് വരെ പറഞ്ഞ ആരോപണങ്ങൾ ഏതെങ്കിലും തെളിയിക്കാൻ വന്നിട്ടുണ്ടോ? എത്ര മന്ത്രിമാർ രാജിവെക്കേണ്ടി വന്നു? ഈ ബിജു രമേശ് എന്ന് പറയുന്ന ഈ കച്ചവടക്കാരൻ പറയുന്ന രാഷ്ട്രീയത്തിൽ ഏത് കാര്യമുണ്ട്? സത്യം പറ. ഒരു ഉദാഹരണം ഞാൻ ചൊല്ലി. അതായത് ഞാൻ അയാളെ വിളിച്ചെന്ന് പറഞ്ഞു. അയാള് ശബ്ദരേഖ പുറത്തുവിട്ട് നിങ്ങൾ എല്ലാ പത്രത്തിലും ചാനലും വന്നല്ലോ. പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട ഇന്ത്യ നമ്മുടെ റിപ്പോർട്ടർ ചാനലിനെ പ്രകാശിനെ അറിയാമല്ലോ. പ്രകാശ് തന്നെ സംസാരിച്ചാണ് അയാളെ തന്നെ വിളിച്ചതെന്ന്. ഇന്ന് വിട്ട പ്രകാശിനെ ആ ശബ്ദരേഖ നോക്കി അയാള് ഹലോ എന്ന് വിളിക്കുന്നു, ഞാൻ യെസ് എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? വ്യക്തമാണ് താങ്കൾ പറയുന്ന. അതിലേക്ക് തിരിച്ചെത്താം. ശ്രീ VM രാധാകൃഷ്ണൻ, ബിജു രമേശ് പറയുന്ന കാര്യങ്ങൾക്ക് ബാർ ഹോട്ടൽ അസോസിയേഷൻ പിന്തുണ നൽകുന്നുണ്ടോ? അതിനൊരു മറുപടി ഒറ്റ വാക്കിൽ പറഞ്ഞുകൂടാ, എന്നെ പറയാൻ അനുവദിക്കണം. ശ്രീ ബിജു രമേശ് കേരളത്തിലെ ബാർ വ്യവസായവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ മാധ്യമങ്ങൾ വഴി സംസാരിക്കുകയുണ്ടായി, പറയുകയുണ്ടായി. അതേ തുടർന്ന് അത് ഏറ്റുപിടിച്ചുകൊണ്ട് ഭരണ പ്രതിപക്ഷത്തെ പല പ്രമുഖ നേതാക്കളും പ്രമുഖരല്ലാത്ത നേതാക്കളും പല ആരോപണങ്ങളും അവർക്കെല്ലാം പല അഴിമതികളെക്കുറിച്ച് അറിയാമെന്നും പല വ്യക്തികളെക്കുറിച്ച് അറിയാമെന്നൊക്കെ പറയുണ്ടായി. ബാർ ഹോട്ടൽ അസോസിയേഷന്റെ സാമ്പത്തിക കണക്ക് വരെ പുറമേയുള്ള പലരും രംഗത്തിറങ്ങി പറയുണ്ടായി. 25 കോടി പിരിച്ചു, 20 കോടി പിരിച്ചു, 30 കോടി പിരിച്ചു എന്നെല്ലാം ഈ സംഘടനയിൽ അംഗത്വമോ സംഘടനയുമായിട്ട് സംഘടനാ യോഗങ്ങളിൽ പങ്കെടുക്കുകയോ ചെയ്യാത്ത രാഷ്ട്രീയ പ്രവർത്തകർ വരെ വിളിച്ച് പറയേണ്ടായി. ചാനൽ ചർച്ചയുടെ ഉദ്ദേശവും ഈ രാഷ്ട്രീയ നേതാക്കളുടെ ഉദ്ദേശവും ഇവിടുത്തെ അഴിമതി, ഈ രംഗത്തെ അഴിമതി തുടച്ചു നീക്കാനായിരുന്നെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടിയിരുന്ന അടിസ്ഥാനപരമായ കാര്യം എന്തായിരുന്നു? മറ്റെല്ലാ ലൈസൻസുകളും സർക്കാർ ചട്ടമുണ്ടാക്കുന്നു, അതിനുശേഷം ഒരു നിമിഷം ആ ചട്ടപ്രകാരമുള്ള ലൈസൻസ് ഇഷ്യൂ ചെയ്യാനുള്ള അധികാരം ഉദ്യോഗസ്ഥർക്ക് നൽകുന്നു. എന്തേ ബാർ ലൈസൻസ് മാത്രം, ഈ ഒരു ലൈസൻസ് മാത്രം സർക്കാരിൽ പോയി വേണം പാസ്സാകാൻ, അനുമതി കിട്ടാൻ, ഇഷ്യൂ ചെയ്യാൻ, ഗ്രാന്റ് ചെയ്യാൻ എന്നൊരു വ്യവസ്ഥ ഈ ഒരു ലൈസൻസിന് മാത്രം വെച്ചതെന്തേ? അതേക്കുറിച്ച് അഴിമതിയുടെ തുടക്കം അവിടെയില്ലേ? ഇതിന്റെ സകലത്തിന്റെ അടിസ്ഥാനം ഈ ഒരു നിയന്ത്രണമാണ്. മറ്റെല്ലാ ലൈസൻസുകളും സംസ്ഥാന സർക്കാർ നൽകുന്നത് ഏത് രൂപത്തിലാണ്? ആ കാര്യങ്ങളെല്ലാം ഏറെ ചർച്ച ചെയ്യപ്പെട്ടാണ്. ഇവിടെ അറിയേണ്ടത് രാജ്കുമാർ ഉണ്ണി ഉൾപ്പെടെയുള്ളവർ ബിജു രമേശ് പറയുന്ന കാര്യങ്ങൾക്ക് പിന്തുണ നൽകാനോ അതനുസരിച്ച് കാര്യങ്ങൾ വെളിപ്പെടുത്താനോ തയ്യാറല്ല. ബിജു രമേശ് പറയുന്ന കാര്യങ്ങൾക്ക് ബാർ ഹോട്ടൽ അസോസിയേഷന്റെ പിന്തുണയുണ്ടോ ഇല്ലയോ? സംഘടനയുടെ ഏതെങ്കിലും ഒരു ഭാരവാഹി, ഒരു വ്യക്തി സ്വന്തം നിലയിൽ അദ്ദേഹത്തിന്റെ കൈവശമുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പറയുന്ന മുഴുവൻ കാര്യങ്ങളെയും, അതായത് സമ്പൂർണമായി പിന്തുണയ്ക്കാൻ സംഘടനയ്ക്ക് കഴിയില്ല. അതിനു പകരം സംഘടനയിൽ എന്തെല്ലാം തെളിവുകളോ കാര്യങ്ങളോ ഞങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ടോ അതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഒരു സംഘടനയ്ക്ക് സംസാരിക്കാൻ കഴിയൂ. അതല്ലാതെ സംഘടനയിലെ ഓരോ വ്യക്തിയും പറയുന്ന മുഴുവൻ കാര്യങ്ങളും ഞങ്ങൾ ഏറ്റുപിടിക്കാനോ അല്ലെങ്കിൽ സംഘടന ഏറ്റെടുക്കാനോ സംഘടനയ്ക്ക് സാധ്യമല്ല. അങ്ങനെ ഞങ്ങൾ പറഞ്ഞിട്ടില്ല. പക്ഷേ ബിജു ഞങ്ങളുടെ വർക്കിംഗ് പ്രസിഡന്റാണ്, ഇന്നും വർക്കിംഗ് പ്രസിഡന്റാണ്. ബിജു തെളിയിക്കുന്ന, ബിജുവിന്റെ ആവശ്യമായ തെളിവുകളുള്ള കാര്യങ്ങളെക്കുറിച്ച് ബിജു പറയുന്നതിന് ഞങ്ങൾ പിന്തുണയ്ക്കും. ഞങ്ങളുടെ കയ്യിൽ തെളിവുകളുള്ള കാര്യങ്ങൾ ഞങ്ങൾ വിജിലൻസിനോ മറ്റ് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മുന്നിൽ ഹാജരാക്കും. അതല്ലാതെ അദ്ദേഹം പറയുന്നത് മുഴുവൻ കണ്ണടച്ച് നിങ്ങൾ അംഗീകരിക്കുമോ എന്ന് ചോദിച്ചാൽ പി.ജെ. ജോസഫ് ഈ കാര്യത്തിൽ ഇടപെട്ട് ബാർ ഹോട്ടൽ അസോസിയേഷനിൽപ്പെട്ട ചില ബാറുകാരെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. അതിന് ചർച്ചയ്ക്ക് പോയ അനുമോൻ ഉൾപ്പെടെയുള്ളവർ അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്ന് ബിജു രമേശ് പറയുമ്പോൾ ഈ അനുമോൻ ഉൾപ്പെടെയുള്ളവർ എന്തുകൊണ്ടാണ് ഈ വിവരം വിജിലൻസിന് കൈമാറാതിരിക്കുന്നത്? അത്തരത്തിൽ പി.ജെ. ജോസഫ് ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ? എന്താണ് താങ്കളുടെ അഭിപ്രായം? സംസ്ഥാന ഭാരവാഹികളും അല്ലാത്തവരുമായ ആളുകൾ ഈ വിജിലൻസിന് കൊടുത്ത മൊഴിയുടെ
കോപ്പി അങ്ങയുടെ വശമുണ്ടോ? വിജിലൻസ് ഡിപ്പാർട്ട്മെന്റ് അത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ടോ? വിജിലൻസ് ഡിപ്പാർട്ട്മെന്റ് ഏതെങ്കിലും മാധ്യമങ്ങൾക്ക് അത് നൽകിയിട്ടുണ്ടോ? എങ്ങനെ താങ്കൾ പറയും ഞങ്ങൾ പറഞ്ഞതിന് വിപരീതമായാണ് വിജിലൻസിന് മൊഴി കൊടുത്തത് എന്ന് പറയാൻ എന്ത് രേഖയാണ് അങ്ങയുടെ കൈവശം? ശ്രീ വി എം രാധാകൃഷ്ണൻ, ഇതിൽ തർക്കം എനിക്കല്ല. നിങ്ങളുടെ വർക്കിംഗ് പ്രസിഡന്റ് ശ്രീ ബിജു രമേശ് പറയുന്നു, ഇത്തരത്തിൽ അനുമോൻ ഉൾപ്പെടെയുള്ളവർ കാര്യങ്ങൾ പറയാത്ത സാഹചര്യത്തിൽ PJ ജോസഫ് ഉൾപ്പെടെയുള്ളവരുമായി അനുമോൻ ഉൾപ്പെടെയുള്ള ബാർ ഉടമകൾ നടത്തിയ ചർച്ചയുടെ വിശദാംശങ്ങൾ അത് കൈമാറുമെന്ന്. എന്തുകൊണ്ടാണ് ബാർ ഹോട്ടൽ അസോസിയേഷനിലെ ഒരു വിഭാഗം അവരുടെ തെളിവുകൾ കൈമാറാതിരിക്കുകയും വർക്കിംഗ് പ്രസിഡന്റായ ബിജു രമേശിന് ഈ തെളിവുകൾ കൈമാറേണ്ടി വരികയും ചെയ്യുന്നത്? അതായത് സർക്കാരിൻ്റെ സ്വാധീന ശക്തിക്ക്, അതിൻ്റെ ഭീഷണിക്ക് പലരും വഴങ്ങുന്നു എന്നല്ലേ അത് തെളിയിക്കുന്നത്? അല്ല ഞങ്ങളുടെ ജനറൽ ബോഡി എടുത്ത തീരുമാനം എന്തായിരുന്നു? ഞങ്ങളുടെ ജനറൽ ബോഡിയിൽ വ്യക്തമായ ഒരു തീരുമാനമെടുത്തു. ഒരു കമ്മിറ്റി ഞങ്ങൾ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ആ കമ്മിറ്റി മുൻപാകെ ആരുടെയൊക്കെ കൈവശം തെളിവുകളുണ്ടോ, ആരൊക്കെ ഈ കാര്യത്തിൽ വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ടോ, ആ തെളിവുകൾ മുഴുവൻ ഈ കമ്മിറ്റി മുൻപാകെ വെക്കാനും അത് ക്രോഡീകരിച്ചുകൊണ്ട് ആ റിപ്പോർട്ട് വിജിലൻസിന് സമർപ്പിക്കാനുമാണ് ഞങ്ങൾ തീരുമാനം ഉണ്ടായത്. ശ്രീ ബിജു രമേശ് വരെ അദ്ദേഹത്തിന്റെ കയ്യിലുള്ള തെളിവുകൾ ഞങ്ങളുടെ കമ്മിറ്റിയിൽ ഏൽപ്പിച്ചിട്ടില്ല. ഈ കമ്മിറ്റി മുൻപാകെ ബിജു രമേശ് അത് ഏൽപ്പിച്ചിട്ടില്ല. പിന്നെ ബിജു രമേശിന്റെ കയ്യിലുള്ള തെളിവുകൾ ഞങ്ങൾ എങ്ങനെ കൊണ്ടുപോയി വിജിലൻസ് മുൻപാകെ ഹാജരാക്കും? സാധ്യമല്ല. ശ്രീ വി എം രാധാകൃഷ്ണൻ, അതിലേക്ക് പോകാം. എറണാകുളത്ത് നടന്ന 2 പ്രധാനപ്പെട്ട യോഗങ്ങളിൽ ഇത് സംബന്ധിച്ച തെളിവുകളുണ്ട് എന്നും അതിൻ്റെ അനുഭവങ്ങളും വിവരിക്കപ്പെട്ടതാണ്. താങ്കൾ ഉൾപ്പെടെയുള്ളവർ അതിനുശേഷമുള്ള ചർച്ചകളിൽ പങ്കെടുത്തവരാണ് മാധ്യമങ്ങളിൽ. അങ്ങനെ വരുമ്പോൾ ബിജു രമേശ് ഉൾപ്പെടെയുള്ളവർ, ബിജു രമേശ് തന്നെ ബാർ ഹോട്ടൽ അസോസിയേഷന് തെളിവ് നൽകിയിട്ടില്ല എന്ന് പറയുമ്പോൾ ബാർ ഹോട്ടൽ അസോസിയേഷനെ ഈ തെളിവ് ഏൽപ്പിച്ചാൽ ആ തെളിവ് അത് ശരിയായ രീതിയിൽ എത്തില്ല എന്ന സംശയം ബിജു രമേശിനുണ്ട് എന്നുള്ളതുകൊണ്ടാണല്ലോ, അങ്ങനെ വന്നതുകൊണ്ടാണല്ലോ ബാർ ഹോട്ടൽ അസോസിയേഷൻ്റെ ചില നേതാക്കളും PJ ജോസഫും തമ്മിലുള്ള ചർച്ച, അതല്ലെങ്കിൽ KM മാണിയും ബാർ ഹോട്ടൽ അസോസിയേഷൻ്റെ മറ്റു ചിലരും തമ്മിലുള്ള ചർച്ച. ഈ ചർച്ചയുടെ വിവരങ്ങൾ, അതിൻ്റെ ശബ്ദരേഖ അത് വിജിലൻസിനും മാധ്യമങ്ങൾക്കും നൽകുമെന്ന് ബിജു രമേശിന് പറയേണ്ടി വന്നിരിക്കുന്നത് നിങ്ങളുടെ അസോസിയേഷനിലെ ഒരു വിഭാഗത്തെ പല രീതിയിൽ സ്വാധീനിക്കാൻ സർക്കാരിന് കഴിഞ്ഞതുകൊണ്ടല്ലേ? ഞങ്ങളാരും ഒരു രാഷ്ട്രീയ നേതാക്കളുമായി ഇതുമായി ഒരു നെഗോസിയേഷൻ നടത്തുകയോ അത് റെക്കോർഡ് ചെയ്യുകയോ ചെയ്തിട്ടില്ല. മറിച്ച് ശ്രീ ബിജു രമേശ് അദ്ദേഹം പല ചർച്ചകൾ നടത്തിയത് വ്യക്തിപരമായ സൗഹൃദങ്ങളുടെ അടിസ്ഥാനത്തിൽ സംസാരിച്ചത്, അതല്ലെങ്കിൽ സംഘടനക്കകത്ത് സംസാരിച്ചതായ കാര്യങ്ങൾ അദ്ദേഹം റെക്കോർഡ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു. അതിനെ ഞങ്ങൾ നിഷേധിക്കുന്നില്ല. അത് അദ്ദേഹത്തെ റെക്കോർഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വിജിലൻസിന് സമർപ്പിക്കാനുള്ള സമ്പൂർണ്ണ സ്വാതന്ത്ര്യം അദ്ദേഹത്തിന് ഞങ്ങളെ സംശയിക്കാം. അതായത് ബിജു രമേശ് എന്ന് പറയുന്ന വ്യക്തിക്ക്, ആ വ്യക്തി വർക്കിംഗ് പ്രസിഡന്റ് ആയിരിക്കെ തെളിവുകൾ നിങ്ങൾക്ക് നൽകിയിട്ടില്ല. ബിജു രമേശിന് വേണമെങ്കിൽ ആ തെളിവുകൾ വ്യക്തി എന്ന നിലയിൽ, സ്വന്തം നിലയിൽ വിജിലൻസിന് സമർപ്പിക്കാം. നിങ്ങളും ആ തെളിവ് സമർപ്പണവുമായി ബന്ധമില്ല. അങ്ങനെ പറഞ്ഞില്ല ശ്രീ പ്രകാശ്. ഞങ്ങൾ പറഞ്ഞത് ഞങ്ങളുടെ കൈവശമില്ലാത്ത ഒരു കാര്യം സമർപ്പിക്കാൻ ഞങ്ങളെ കൊണ്ട് സാധ്യമല്ല. മറിച്ച് ശ്രീ ബിജു രമേശ് സമർപ്പിക്കുന്നതിൽ ഞങ്ങൾ ഒരു വിലക്കും ഏർപ്പെടുത്തിയിട്ടില്ലെന്ന് മാത്രമല്ല, അങ്ങനെ സമർപ്പിക്കണ്ട എന്ന് ഞങ്ങൾ ആരും ആവശ്യപ്പെട്ടിട്ടില്ല. റിപ്പോർട്ടർ ചാനലിന്റെ ക്ലോസ് എൻകൗണ്ടറിൽ അല്പസമയത്തിനകം ശ്രീ ബിജു രമേശ് ഇത്തരം കാര്യങ്ങൾ തെളിവ് സഹിതം വെളിപ്പെടുത്താൻ പോവുകയാണ്. അതുകൊണ്ട് ഒരു ചോദ്യം കൂടി, അതായത് ബിജു രമേശും നിങ്ങളും തമ്മിൽ യോജിച്ചല്ല പ്രവർത്തനം നടത്തുന്നത്, അതല്ലെങ്കിൽ അനുമോൻ ഉൾപ്പെടെയുള്ള ബാർ ഉടമകൾ അവർ 418 ബാറുകൾ തുറക്കാതിരിക്കുന്നതിന് വേണ്ടി KM മാണിക്ക് കോഴ നൽകി എന്ന കാര്യം, അതല്ലെങ്കിൽ PJ ജോസഫ് ഉൾപ്പെടെയുള്ളവർ പല ഭരണ സ്വാധീനവും ഉപയോഗിച്ച് 418 ബാറുകാർ നൽകിയ കോഴയുടെ വിവരങ്ങൾ പുറത്തുവിടരുത് എന്ന ആവശ്യം, ഇതെല്ലാം അവസരോചിതമായി തെളിവില്ല എന്ന പേരിൽ നിങ്ങൾ ഒളിച്ചു വയ്ക്കുമ്പോൾ, അതുകൊണ്ടല്ലേ ബിജു രമേശിനെ ഇപ്പോൾ തെളിവുമായി പുറത്തു വരേണ്ടി വന്നിരിക്കുന്നത്. അതായത് ബാർ ഹോട്ടൽ അസോസിയേഷൻ നേതാക്കളുടെ സംഭാഷണം ബിജുവിന് പുറത്തുവിടേണ്ട ഗതികേട് ഇതെന്തുകൊണ്ട് സംഭവിച്ചു? ഞങ്ങളെ അപഹാസ്യരാക്കുന്ന ഒരു പ്രവൃത്തി ഞങ്ങളുടെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ അക്കാര്യം സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റിനോട് ഇന്ന് നേരിട്ട് സംസാരിക്കുകയുണ്ടായി, ഇന്ന് ഫോൺ വഴി സംസാരിക്കുകയുണ്ടായി. എത്രയും പെട്ടെന്ന്
ഞങ്ങൾ പിരിച്ച പണത്തിന്റെ കണക്കുകൾ അത് സൂക്ഷിക്കുന്നത് ജനറൽ സെക്രട്ടറിയും ട്രഷററുമാണ്, ചെക്ക് ഒപ്പിടുന്നത് അവരാണ്. അവരോട് എത്രയും പെട്ടെന്ന് ഇതിന്റെ കണക്കുകൾ പൊതുസമൂഹത്തിന്റെ മുൻപാകെ അവതരിപ്പിക്കാനും ജനങ്ങൾ മുൻപാകെ കള്ളക്കണക്കുകളും ഇല്ലാ കണക്കുകളും പ്രചരിപ്പിക്കുന്നതിന് കിട്ടുന്ന അപമാനം നിർത്താനും വേണ്ടിയുള്ള നടപടി ഉടൻ സ്വീകരിക്കാൻ ഞാൻ സംസ്ഥാന പ്രസിഡന്റിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ശ്രീ വി എം രാധാകൃഷ്ണൻ, അതായത് ബാർ ഹോട്ടൽ അസോസിയേഷൻ ബാറുകൾ തുറപ്പിക്കുന്നതിന് വേണ്ട ആവശ്യങ്ങൾക്ക് വേണ്ടി പിരിച്ചെടുത്ത പണത്തിന്റെ കണക്കുകൾ അത് പൊതുസമൂഹത്തിന് മുന്നിലേക്ക് നൽകും നിങ്ങൾ. അതാണ് ഞാൻ ആവശ്യപ്പെട്ട് അത് സംഭവിക്കുമെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. അതായത് നിങ്ങളിപ്പോൾ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ നേരത്തെ പറഞ്ഞത് ഇതിൽ പിരിച്ച പണത്തിന് കണക്കുണ്ട്, ആർക്കൊക്കെ കൊടുത്തു എന്നതിന് കണക്കുണ്ട്, നിയമപരമായ കാര്യങ്ങൾക്ക് വേണ്ടി നീക്കിവെച്ച പണം എത്ര എന്ന് കണക്കുണ്ട്, രാഷ്ട്രീയ നേതാക്കൾക്ക് കൊടുത്ത പണത്തിൻ്റെ കണക്കുണ്ട് എന്ന് പറഞ്ഞിരുന്ന നിങ്ങൾ ഇപ്പോൾ പറയുന്നു എല്ലാം സുതാര്യമാണ്, ജനങ്ങൾക്ക് ഈ കണക്കുകൾ, ബാർ ഹോട്ടൽ അസോസിയേഷൻകാരുടെ കണക്ക് ജനത്തിന് വിട്ടു നൽകും വായിച്ച് രസിക്കാൻ, അല്ലെങ്കിൽ ആ കണക്കിൽ ഒന്നുമില്ല എന്ന് തെളിയിക്കാൻ. വായിച്ച് രസിക്കണം എന്നുള്ള കാര്യം പൊതുജനം തീരുമാനിക്കട്ടെ. പക്ഷേ ഈ കണക്കുകൾ സംബന്ധിച്ച് ഊഹാപോഹങ്ങൾ അവസാനിപ്പിക്കാൻ ഞങ്ങൾ നടപടി സ്വീകരിക്കും. ഇനി തുടർന്ന് വളരെ നാൾ ഈ ഒരു ഊഹാപോഹം വെച്ച് ചാനലുകൾ ആഘോഷിക്കാനുള്ള അവസരം സൃഷ്ടിക്കാതിരിക്കാൻ ഒരു കരുതൽ സ്വീകരിക്കണമെന്ന് ഞാൻ പ്രസിഡന്റിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. വ്യക്തമാണ്. ശ്രീ ജോണി നെല്ലൂർ, താങ്കൾ ഉൾപ്പെടെയുള്ള UDF നേതൃത്വം സർക്കാർ വിജയിച്ചിരിക്കുന്നു. കാരണം ബാർ ഹോട്ടൽ അസോസിയേഷൻകാരിതേ കണക്കുമായി വരാൻ പോകുന്നു. ആർക്കും നയ പൈസ രാഷ്ട്രീയക്കാർക്ക് കൊടുത്തിട്ടില്ല എന്ന് ഉറപ്പുവരുത്തുന്ന കണക്കായിരിക്കും, അതെന്നതിൽ തർക്കമില്ല. അപ്പോൾ അവരുടെ ആവശ്യങ്ങൾ നേടാൻ കഴിയുമെന്ന് അവർ ഉറപ്പുവരുത്തിയിരിക്കുന്നു. ബിജു രമേശ് വ്യക്തിപരമായി നടത്തിയ കാര്യങ്ങളിൽ അവർക്ക് ഉത്തരവാദിത്തമില്ല. ബിജു രമേശ് ബാർ ഹോട്ടൽ അസോസിയേഷൻകാർക്ക് ഇതിൻ്റെ തെളിവോ കാര്യങ്ങളോ നൽകിയിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ എല്ലാം അമർത്തിവെക്കുന്നതിൽ, എല്ലാം മറച്ചു വെക്കുന്നതിൽ വിജയിച്ചിരിക്കുന്നു. നല്ല സന്തോഷമുണ്ടോ? പ്രകാശേ, ബിജു രമേശ് എന്ന് പറയുന്ന കള്ളുഷാപ്പ് ഉടമ അല്ലെങ്കിൽ അബ്കാരി ഉടമ, അദ്ദേഹം ഈ സമൂഹം, കേരളീയ സമൂഹം കണ്ടതിൽ ഏറ്റവും വലിയൊരു ബഫൂണാണെന്ന് തെളിഞ്ഞില്ലേ? അദ്ദേഹം വായിൽ തോന്നുന്നത് വിളിച്ചു പറയുന്നു. ലോട്ടറി ടിക്കറ്റ് കച്ചവടക്കാരന് പറയും നാളെ 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 നാളെ, ഇതാണല്ലോ അദ്ദേഹം പറയുന്നത്. നാളെ വെളിപ്പെടുത്തി. എന്താ വെളിപ്പെടുത്തിയത്? അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ബഹുമാനായ ധനകാര്യമന്ത്രിക്കെതിരെ ഉന്നയിച്ചിട്ട് 2.5 മാസം കഴിഞ്ഞു. ഒരു തെളിവ് പോലും കൊടുക്കാൻ കഴിയാത്ത ബിജു രമേശ്, അദ്ദേഹത്തിന്റെ സംഘടന തന്നെ ഇപ്പോൾ പറഞ്ഞു, ബഹുമാനപ്പെട്ട ശ്രീ ഇപ്പോ ആള് പറഞ്ഞല്ലോ, രാധാകൃഷ്ണൻ പറഞ്ഞല്ലോ, നമ്മളിത് കേട്ടല്ലോ. ശ്രീ രാധാകൃഷ്ണനെ കൊണ്ട് അല്ലെങ്കിൽ ബാർ ഹോട്ടൽ അസോസിയേഷന്റെ ഭാരവാഹികളെ കൊണ്ട് ഇപ്പോൾ മാണിയുടെ മകൻ വിളിക്കുന്നു, PJ ജോസഫ് വിളിക്കുന്നു, ഇപ്പോൾ PC ജോർജ് നിഷേധിച്ചിട്ടുണ്ടെങ്കിലും അദ്ദേഹവുമായി ബന്ധപ്പെട്ട സംഭാഷണങ്ങളും സമ്മർദ്ദവും അവർ പറയുന്നു. അപ്പോൾ ഉമ്മൻചാണ്ടി എന്തു വന്നാലും സർക്കാർ നിലനിൽക്കും എന്ന് പറയുന്നു. ഇപ്പോൾ ബിന്ധ്യ പോലുള്ള ഒരു ബ്ലാക്ക് മെയിലിംഗ് പെൺവാണിഭ കേസിലെ കക്ഷി പോലും ഇതുമായി ബന്ധപ്പെട്ട് സരിതയെ പോലെ ചാടി വീഴുന്നു. എന്താണ് ശ്രീ ജോണി നെല്ലൂർ UDF രാഷ്ട്രീയം? എവിടെ എത്തി? സിനിമക്കാർ നാണിച്ചു പോകുമല്ലോ നിങ്ങളുടെ കഥയും അതിൻ്റെ പരിണാമഗുപ്തിയും. പ്രകാശ്, വിന്ധ്യ തോമസ് ആരാണെന്ന് എനിക്കറിയില്ല. വിന്ധ്യ തോമസിനൊക്കെ കടത്തി വിട്ടിയില്ലേ നമ്മുടെ ബിജു രമേശ്? ബ്ലാക്ക് മെയിലിംഗിന് ഇത്രയും വിദഗ്ധനായ ഒരാളെ കേരളീയ സമൂഹം കണ്ടിട്ടുണ്ടോ? സൗഹൃദം നടിച്ച് ഒരാളെ ഫോണിൽ വിളിച്ച് അത് റെക്കോർഡ് ചെയ്യുന്ന തരം താഴ്ന്ന ഒരു ചെറ്റത്തരം കാണിച്ച ഒരാള്, അത് എന്നിട്ട് മാധ്യമങ്ങൾക്ക് കൊടുത്തുകൊണ്ട് ആഘോഷിക്കുക. നാളെ ഞങ്ങൾ വെളിപ്പെടുത്തും. എന്ത് വെളിപ്പെടുത്താനാ? ശ്രീ VM രാധാകൃഷ്ണൻ, റിപ്പോർട്ടർ TVയുടെ എഡിറ്റർ ഇൻ ചീഫ് ശ്രീ MV നികേഷ് കുമാറും അതുപോലെ ബിജു രമേശുമായിട്ടുള്ള അഭിമുഖം അല്പസമയത്തിനകം ആരംഭിക്കും. നിങ്ങൾക്ക് തരാൻ മടിച്ച തെളിവുകൾ ഉൾപ്പെടെ അതിൽ പുറത്തുവിടാൻ പോവുകയാണ്. എന്തുകൊണ്ടാണ് ബാർ ഹോട്ടൽ അസോസിയേഷന് തെളിവ് നൽകാൻ ബിജു രമേശ് മടിച്ചത്? അതുപോലെ തന്നെ ബിജു രമേശിൻ്റെ കയ്യിലുള്ള ബാർ അഴിമതിയുമായി ബന്ധപ്പെട്ട തെളിവുകൾ, അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ തെളിവുകളും നിലപാടുമായി നിങ്ങൾ ചുരുക്കി കാണുന്നത്. നിങ്ങൾക്ക് സർക്കാരിനെ അത്രയ്ക്കും പേടിയാണോ ഈ ബാർ ഹോട്ടൽ അസോസിയേഷന്? ആദ്യമേ പറയട്ടെ, അദ്ദേഹത്തിന്റെ നിലപാടുകളും തെളിവുകളുമൊക്കെ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായത് മാത്രമാണെന്നും ഞങ്ങൾക്കതിൽ യാതൊരു ഉത്തരവാദിത്വവും താല്പര്യവുമില്ലെന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല. അത് ദയവായി പിൻവലിക്കണം. മറിച്ച് അദ്ദേഹം എന്തുകൊണ്ട് ഇതിന്റെ തെളിവുകൾ ഞങ്ങൾക്ക് തന്നില്ല എന്നുള്ളതിനെ കുറിച്ച്
മറ്റ് വെളിപ്പെടുത്തലുകളുടെ കൂടെ ഇക്കാര്യം കൂടെ അദ്ദേഹം ബഹുമാനപ്പെട്ട എൻ്റെ സുഹൃത്തും പിന്നെ വർക്കിംഗ് പ്രസിഡന്റും ഞങ്ങളുടെ സമന്വിതനായ ഈ സംഘടനയുടെ നേതാവുമായ ബിജു രമേശ് തന്നെ വെളിപ്പെടുത്തുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ശ്രീ പി സി ജോർജ്, ബാർ ഹോട്ടൽ അസോസിയേഷന് ബിജു രമേശിൻ്റെ കയ്യിലുള്ള തെളിവുകളും കാര്യങ്ങളും എല്ലാം വ്യക്തിപരമായി മാറുന്നു. ലഭിക്കുന്ന വാർത്തകളനുസരിച്ച് ബാർ ഹോട്ടൽ അസോസിയേഷൻ്റെ ഏറ്റവും പ്രമുഖനായ ഒരു നേതാവിന് കായലിൻ്റെ അല്ലെങ്കിൽ കടലിൻ്റെ അരികിൽ കല്ലിട്ട് കടൽ തിരകൾ തടയുന്ന പണിയാണ്. അതിന് ബില്ല് പാസ്സാക്കി കൊടുക്കേണ്ടത് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റാണ്, പി ജെ ജോസഫിൻ്റെ. പി ജെ ജോസഫ് എല്ലാവരെയും വിളിക്കുന്നു. ബാർ ഹോട്ടൽ ഉടമകൾക്ക് ബാർ കൂടാതെ പല പണികളുമുണ്ട്. വളരെ പെട്ടെന്ന് വഴങ്ങുന്നു. അങ്ങനെ വഴക്കി എടുത്തുകൊണ്ട് ഈ അഴിമതി ഒളിച്ചു വയ്ക്കാൻ കഴിയുമോ? താങ്കൾ സത്യം പറയുന്ന ഒരാളാണല്ലോ. കോൺഗ്രസ് പാർട്ടി അങ്ങനെ യാതൊരു അനധികൃതമായ അർഹിതമായ മാർഗം ഉപയോഗിച്ചും ഒരു തെറ്റിനെയും വൈറ്റ് വാഷ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ഒരു സംശയം വേണ്ട. ഒരു തെളിവും പറയട്ടെ. ചെറുത് ഇങ്ങനെ ഒരു വെറും നാലാം കിടക്കാരൻ്റെ രീതിയിൽ ഒരു കള്ളുഷാപ്പ് കച്ചവടക്കാരെന്ന് പറയും. ക്ഷമിക്കണം, ഞാൻ കള്ളുഷാപ്പ് എന്ന് പറയാൻ കാരണം ബ്രാൻഡി, വിസ്കി, ജിന്ന്, റമ്മ അത് ഒത്തിരി ഉണ്ട്. ഇതെല്ലാം കൂടി ഉള്ളത് കള്ളെന്ന് ഞാൻ പറഞ്ഞത് കേട്ടോ. അതുകൊണ്ട് കള്ളെന്ന് പറയുന്നത് തെറ്റായിട്ട് കൂട്ടിയേക്കല്ലേ. ഈ ഒരു കള്ളുഷാപ്പുകാർ ഇങ്ങനെ പറഞ്ഞാൽ നോക്കുന്നത്. ഈ ബിജു രമേശിന്റെ ചരിത്രവും ഭൂമിശാസ്ത്രം മുഴുവൻ ഞാൻ പഠിച്ച ആളാണ്. ശ്രീ പി സി ജോർജ്, ശ്രീ ജോണി നെല്ലൂർ, ശ്രീ വി എൻ രാധാകൃഷ്ണൻ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് ബിഗ് സ്റ്റോറി ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.